രാവിലെ ഏകദേശം 6 മണിയോടുകൂടി അമ്പലവയലിന് സമീപമുള്ള കരുമനയ്ക്കൽ വീട്ടിൽ നിന്നും ജോലിക്കാരി ശ്യാമളയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു നാട്ടുകാർ അവിടേക്ക് ഓടിയെത്തിയത്. നാട്ടുകാരും വീട്ടിലുള്ള ആളുകളുമൊക്കെ ഉണർന്നെഴുന്നേറ്റ് നിലവിളി കേട്ട് ഓടി വന്ന സമയത്ത് വീടിന് പുറത്തെ കിണറ്റിലേക്ക് നോക്കി ഉറക്കെ നിലവിളിച്ച് കരയുന്ന ശ്യാമളയെയാണ് കണ്ടത്. കിണറിനുള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്യാമള കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവിടേക്ക് ഓടിയെത്തിയ വീട്ടിലുള്ള ആളുകളും ജോലിക്കാരും അയൽവാസികളുമൊക്കെ കിണറ്റിനുള്ളിലേക്ക് നോക്കിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. കിണറിനുള്ളിൽ ഒരാൾ പൊങ്ങിക്കിടക്കുകയാണ്. കിണറിനുള്ളിലെ ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയ ആ വീട്ടിലെ തന്നെ കാരണവർ കിണറ്റിലേക്ക് നോക്കി അശ്വിൻ എന്നുറക്കെ വിളിച്ച് കരഞ്ഞു തുടങ്ങി. ആ വീട്ടിലെ കാരണവരായ രാഘവന്റെ അലറിയുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവിടേക്ക് ഓടിയെത്തി. കരിമ്പനയ്ക്കൽ തറവാട്ടിലെ ഇളയ സന്തതിയായ അശ്വിൻ കിണറ്റിനുള്ളിൽ കമിഴ്ന്നു കിടക്കുകയാണ്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സമീപത്തുള്ള സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്ക് എത്തി. അധികം വൈകാതെ തന്നെ പോലീസ് തങ്ങളുടെ നടപടികൾ ആരംഭിക്കുകയും ചില ആളുകളെ കിണറ്റിലേക്കിറക്കി അശ്വിന്റെ ബോഡി കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കിണറിന് പുറത്തേക്കിറക്കിയ അശ്വിന്റെ മൃതശരീരം അവിടെ ഒരു പായിൽ കിടത്തിയപ്പോൾ അശ്വിന്റെ പിതാവ് രാഘവനും സഹോദരി അഞ്ജലിയും ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. 25 വയസ്സ് പ്രായം വരുന്ന അശ്വിൻ യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അശ്വിൻ എങ്ങനെയാണ് കിണറ്റിലേക്ക് വീണതെന്നുള്ള ഒരു പരിശോധന കൂടി പോലീസ് നടത്തി. കിണറും ചുറ്റുപാടുമൊക്കെ വിശദമായ പരിശോധനയ്ക്ക് തന്നെ വിധേയമാക്കി. അശ്വിൻ മരിച്ചിട്ട് 7-8 മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ടെന്ന് ഫോറൻസിക് സംഘം പോലീസുകാരെ അറിയിച്ചു. അർദ്ധരാത്രിയിൽ ആ കിണറിന് സമീപത്തേക്ക് അശ്വിൻ എന്തിനെത്തണമെന്നുള്ള ഒരു സംശയമായിരുന്നു നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. ഫോറൻസിക് സംഘവും പോലീസുകാരും അശ്വിൻ വീണുകിടന്ന കിണർ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ കിണറ്റിൽ വീണുകിടന്ന ഒരു കയർ അവർക്ക് ലഭിച്ചു. ആ കിണറിലേക്കുള്ള കയർ കപ്പിയുടെ ഇടയിലേക്ക് ഊർന്നു താഴേക്ക് പോയാണ് അശ്വിനും കയറും കൂടി കിണറ്റിലേക്ക് പതിച്ചിരിക്കുന്നത്. അശ്വിനും കയറും കൂടി എങ്ങനെയാണ് കിണറ്റിലേക്ക് പതിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി. ആ കയറിൽ പിടിച്ച് അശ്വിൻ കിണറ്റിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ കയർ അഴിഞ്ഞുപോയി കയറും അശ്വിനും കൂടി കിണറ്റിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളൂ. ആ രാത്രിയിൽ കയറിലൂടെ തൂങ്ങി കിണറ്റിലേക്ക് അശ്വിൻ എന്തിനിറങ്ങണമെന്ന് പോലീസിന് സംശയം തോന്നി. പോലീസുകാരുടെ നിഗമനത്തെ നാട്ടുകാരും ബന്ധുക്കളും പൂർണ്ണമായും എതിർത്തു. കാരണം അശ്വിന് കിണറും വെള്ളവുമൊക്കെ ഭയമുള്ള കൂട്ടത്തിലാണ്. അശ്വിൻ ഒരു കാരണവശാലും കിണറ്റിലേക്കിറങ്ങാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കി. നാട്ടുകാരത്രയും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ പോലീസുകാരൻ ഡെഡ് ബോഡി ആദ്യം കണ്ട ജോലിക്കാരി ശ്യാമളയെ വിശദമായി ചോദ്യം ചെയ്തു. രാത്രി ഏകദേശം 11 മണി വരെ താൻ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും 11 മണിക്ക് ശേഷമാണ് ഉറങ്ങാൻ മുറിയിലേക്ക് പോയതെന്നും ജോലിക്കാരി വ്യക്തമാക്കി. അതുവരെയും അവിടെ യാതൊരു വിധത്തിലുമുള്ള ശബ്ദവും കേട്ടിട്ടില്ല എന്നും അവർ പോലീസുകാരോട് പറഞ്ഞു. ഇതേ മറുപടി തന്നെയാണ് ജോലിക്കാരനും ആവർത്തിച്ചത്. ജോലിക്കാരി ശ്യാമള ജോലികളൊക്കെ പൂർത്തിയാക്കി അവരുടെ മുറിയിലേക്ക് കയറി അവരുടെ മുറിയിലെ ലൈറ്റ് അണഞ്ഞു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ജോലിക്കാരനും ഉറങ്ങാറുള്ളത്. ശ്യാമള അടുക്കള പൂട്ടിയ ശേഷം അവരുടെ മുറിയിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ജോലിക്കാരനും വന്നുറങ്ങിയത്. അതിനുശേഷം താൻ നന്നായി ഉറങ്ങിപ്പോയി എന്നും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നും ജോലിക്കാരൻ പോലീസിനോട് പറഞ്ഞു. അശ്വിന്റെ പിതാവും സഹോദരിയും ആ സമയത്തും പോലീസുകാരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല. അവർ ശരിക്കും തകർന്നിട്ടുമുണ്ട്, തളർന്നിട്ടുമുണ്ട്. പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചടങ്ങുകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അശ്വിന്റെ മരണത്തെക്കുറിച്ചുള്ള പോലീസുകാരുടെ സംശയങ്ങൾ ഓരോന്നായി അവർ രേഖപ്പെടുത്തി തുടങ്ങിയത്. അപരിചിതരാരെങ്കിലും ആ വഴി എത്തിയപ്പോൾ അവിടെ നിൽക്കുന്ന അശ്വിനെ കിണറ്റിലേക്ക് എടുത്തിട്ട ശേഷം കയറുകൂടി അഴിച്ച് കിണറ്റിലേക്കിട്ടതാണോ എന്നായിരുന്നു പോലീസിന്റെ ആദ്യഘട്ടത്തിലെ സംശയം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന് വ്യക്തമായൊരു മോട്ടീവ് കൂടി വേണം. ഫോറൻസിക് സംഘം രേഖപ്പെടുത്തിയ ഒരു കാര്യം പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. സാധാരണഗതിയിൽ ആ കിണറ്റിനുള്ളിലേക്ക് കപ്പിയിൽ കൂടി കയർ കിടക്കുന്ന സമയത്ത് കയറിന്റെ അറ്റത്ത് ഒരു കെട്ടുണ്ടാകും. ഇവിടെ കയറിന്റെ അറ്റത്തുള്ള കെട്ട് അഴിഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം ഒരു പരീക്ഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അശ്വിന്റെ അതേ ഭാരമുള്ള ഒരു കല്ല് കയറിന്റെ അറ്റത്ത് കെട്ടിയ ശേഷം കപ്പിയിലൂടെ കിണറിലേക്ക് ഇട്ടു. എന്നാൽ ആ വസ്തു അതിശക്തമായി കിണറ്റിലേക്ക് പതിച്ചപ്പോഴും കപ്പിയുടെ അറ്റത്തുണ്ടായിരുന്ന കെട്ട് അങ്ങനെ തന്നെ അഴിയാതെ നിലനിൽക്കുകയും കപ്പിയിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ അശ്വിന്റെ ഇരട്ടി ഭാരമുള്ള ഒരു കല്ലുകൂടി കിണറ്റിലേക്ക് ആ കയറിലൂടെ കിണറ്റിലേക്കിട്ടപ്പോഴും ആദ്യം സംഭവിച്ചതുപോലെ തന്നെ കയറിന്റെ അറ്റത്തുണ്ടായിരുന്ന കെട്ട് കപ്പിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കയർ അഴിഞ്ഞു പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് പോലീസിന് വ്യക്തമായി. ബലമായി കെട്ടിയിരുന്ന കയറ് ഇവിടെ അഴിച്ചിരിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത്. കയറിന്റെ അറ്റത്തുണ്ടായിരുന്ന കെട്ട് അഴിഞ്ഞതല്ല, ആരോ അഴിച്ചതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ആ കെട്ടഴിച്ചത്? പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറുഭാഗത്ത് അശ്വിന്റെ സഞ്ചയന കർമ്മങ്ങൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു പോലീസിനെ തേടി മറ്റൊരു വാർത്ത എത്തിയത്. കരുമനയ്ക്കൽ തറവാട്ടിൽ
അശ്വിന്റെ പിതാവ് രാഘവൻ അയാളുടെ മുറിയിൽ തൂങ്ങി നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് പോലീസിനെ തേടിയെത്തിയത്. മകന്റെ മരണം സംഭവിച്ച് 8ാമത്തെ ദിവസം പിതാവ് രാഘവൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. സംഭവം അറിഞ്ഞ പോലീസ് സംഘം രാഘവന്റെ വീട്ടിലേക്കെത്തി. പഴയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തടി കൊണ്ടുള്ള അറ പോലെയുള്ള ഒരു മുറിയിലാണ് രാഘവൻ കിടക്കാറുള്ളത്. ആ മുറിയുടെ മേൽക്കൂരയിലുള്ള ഒരു തടിയിൽ രാഘവൻ കയറിൽ കുരുക്കിട്ട് ജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്. രാഘവൻ സ്വയം തൂങ്ങിയതാണെന്ന് ബോധ്യമാകുന്ന രീതിയിലുള്ള തെളിവുകളായിരുന്നു ആ മുറിയിൽ നിന്ന് ലഭിച്ചത്. ആ ബോഡി തൂങ്ങി നിൽക്കുമ്പോൾ തന്നെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കഴുത്തിലെ കെട്ടും ഒരാൾ സ്വയമായി ഇടുന്ന കെട്ട് പോലെ തന്നെയാണ്. രാഘവൻ എഴുതിയ കുറിപ്പുകളൊന്നും തന്നെ പോലീസിന് കിട്ടിയില്ല. എന്നാൽ അയൽവാസികളെയും ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം പോലീസിന് വ്യക്തമായി. മകൻ മരിച്ച് 2ാമത്തെ ദിവസം തന്റെ കൈത്തണ്ടയിലെ ഞരമ്പുകൾ മുറിച്ച് സ്വയം ഇല്ലാതെയാകാൻ രാഘവൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മകൻ മരിച്ച ഷോക്കിൽ നിന്നും രാഘവൻ മുക്തനായിട്ടില്ല എന്ന് നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് വ്യക്തമായി. മകന്റെ മരണശേഷം എല്ലായ്പ്പോഴും ആ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന രീതിയായിരുന്നു രാഘവന്റേത്. മകൻ മരിച്ച ദുഃഖത്തിൽ രാഘവൻ ജീവിതം അവസാനിപ്പിച്ചതാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോഴും പോലീസിന് ഒരു സംശയം തോന്നി. അതുവരെയുള്ള രാഘവന്റെ ട്രാക്ക് റെക്കോർഡുകൾ വിശദമായി പരിശോധിച്ചപ്പോൾ നേരത്തെ അങ്ങനെ ഒരു ടെൻഡൻസി രാഘവൻ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പോലീസിന് വ്യക്തമായി. സമീപത്തുള്ള ഒരു വായനശാലയിൽ നടന്ന ചടങ്ങിൽ രാഘവൻ ആത്മഹത്യ ചെയ്യുന്നത് തീർത്തും ഭീരുത്വമാണെന്നും കർഷകരൊരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നും രാഘവൻ പ്രഭാഷണം നടത്തിയ വിവരം പോലീസിന് ലഭിച്ചു. എന്നിരുന്നാലും രാഘവന്റെ മരണം സംശയാസ്പദമാണ് എന്ന് പോലീസ് സംഘം അവരുടെ കേസ് ഫയലിൽ കുറിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി രാഘവന്റെ മൃതദേഹവും പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നേരത്തെ മരണം സംഭവിച്ച അശ്വിന്റെ ആന്തരികാവയവങ്ങളുടെ ചില ഭാഗങ്ങൾ രാസപരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിനായി രാഘവന്റെയും ആന്തരികാവയവങ്ങൾ ലാബിലേക്ക് അയച്ചു. രാസപരിശോധനാ ഫലം വരുന്നതും കാത്ത് പോലീസ് സംഘം അങ്ങനെ കാത്തിരിക്കുന്നതിനിടയിലാണ് രാഘവന്റെ മരണം സംഭവിച്ച് 2 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പോലീസുകാരെ തേടിയെത്തിയത്. രാഘവന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന അയാളുടെ മകൾ അഞ്ജലി വിഷം കഴിച്ച് മരിച്ചു എന്നുള്ള വാർത്തയാണ് പോലീസ് സംഘത്തെ തേടിയെത്തിയത്. പോലീസ് സംഘം വീണ്ടും രാഘവന്റെ വീട്ടിലെത്തി. അഞ്ജലി തന്റെ കിടപ്പുമുറിയിൽ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. അഞ്ജലിക്ക് സമീപത്തായി അവൾ കഴിച്ച വിഷത്തിന്റെ കുപ്പിയും കിടപ്പുണ്ട്. കൃഷിയിടങ്ങളിൽ നിന്നും ഗവൺമെന്റ് തന്നെ പിൻവലിച്ച കൊടിയ അളവിലുള്ള രാസ കീടനാശിനിയാണ് അഞ്ജലിയുടെ ഉള്ളിലെത്തിയിരിക്കുന്നത്. അഞ്ജലിയുടെ മുറിയിൽ നിന്നും സംശയാസ്പദമായ ഒന്നും തന്നെ പോലീസ് സംഘത്തിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അഞ്ജലിയെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോൾ ഇതിനു മുൻപ് ഇങ്ങനെയൊരു പ്രവണത അഞ്ജലിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലീസിന് വ്യക്തമായി. അസ്വാഭാവികമായ രീതിയിൽ ഒരു വീട്ടിലെ 3 പേർ മരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 4 മരണമാണ് ആ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഏതാനും ഒരു വർഷങ്ങൾക്ക് മുൻപ് രാഘവന്റെ ഭാര്യയും സമാനമായ രീതിയിൽ അസ്വാഭാവികമായ നിലയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് മുറ്റത്തേക്കിറങ്ങിയ ആ സ്ത്രീയെ പാമ്പ് കടിച്ചതാണ് എന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അന്ന് അതിൽ കാര്യമായ അന്വേഷണമൊന്നും നടന്നിരുന്നില്ല. ഒരു വീട്ടിലുള്ള 4 പേരുടെയും മരണത്തിൽ പോലീസ് സംഘത്തിന് ആകെ സംശയമായി. പോലീസിന്റെ അന്വേഷണം ആകെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് അഞ്ജലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. തീർത്തും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പോലീസിനെ തേടിയെത്തിയത്. വിവാഹിതയല്ലാത്ത അഞ്ജലിയുടെ മരണം സംഭവിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പരസ്പര സമ്മതത്തോടുകൂടി അഞ്ജലി ഏതോ ഒരു വ്യക്തിയുമായി ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുമുള്ള ബലപ്രയോഗങ്ങളും അഞ്ജലിയുടെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. അശ്വിന്റെ മരണം സംഭവിച്ച് കൃത്യം 8ാമത്തെ ദിവസമാണ് രാഘവൻ മരിച്ചിരിക്കുന്നത്. രാഘവന്റെ മരണം സംഭവിച്ച് 16ന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായി ഒരാഴ്ച പിന്നിടുന്ന സമയത്താണ് അഞ്ജലി അവൾക്കിഷ്ടമുള്ള ഒരു വ്യക്തിക്കൊപ്പം കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ അഞ്ജലി ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട എന്താവശ്യമാണുള്ളതെന്ന് പോലീസിന് സംശയം തോന്നി. അതുകൊണ്ട് തന്നെ അഞ്ജലിയെ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. അഞ്ജലിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സ്പേം പോലീസ് സംഘം തെളിവായി തന്നെ സ്വീകരിച്ചു. അതാരുടേതെന്ന് കണ്ടെത്തിയാൽ കുറ്റവാളി ആരാണെന്ന് അതിവേഗം കണ്ടെത്താനാകും. കരുമ്പനക്കൽ തറവാടുമായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ഷനുള്ള എല്ലാ പുരുഷന്മാരുടെയും വിശദമായ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി. ധാരാളം കാപ്പിത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഉള്ള തറവാടാണ് കരുമ്പനക്കൽ തറവാട്. അതുകൊണ്ട് തന്നെ ആ വീടുമായി ബന്ധപ്പെട്ട് ധാരാളം ജോലിക്കാരുമുണ്ട്. ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവുള്ളത് കൊണ്ട് തന്നെ ആഹാരം വെച്ച് വിളമ്പാനും നിരവധി ആളുകളുണ്ട്. കൃഷി ചെയ്ത് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചന്തയിലേക്കും മറ്റും എത്തിക്കുന്നതിനായുള്ള ജോലിക്കാരും പുരുഷന്മാർ തന്നെയാണ്. ആ പുരുഷന്മാരിൽ ആരെങ്കിലുമായിട്ടായിരിക്കും അഞ്ജലിക്ക് ബന്ധമെന്ന് പോലീസ് വിലയിരുത്തി. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം തയ്യാറാക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു. അവരുടെയൊക്കെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനും സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി. അഞ്ജലിക്കും അശ്വിനും രാഘവനും പുറമെ ആ വീട്ടിൽ പുരുഷനായിട്ടുള്ളത് ആ വീട്ടിലെ ജോലിക്കാരനായ വ്യക്തിയാണ്. അയാൾ പ്രായമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അയാളെ അഞ്ജലിയും അശ്വിനുമൊക്കെ മാമ എന്നാണ് വിളിക്കാറ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ അഞ്ജലിക്ക് അയാളുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ പോലീസ് വിലയിരുത്തി. എങ്കിലും സംശയമുള്ളവരുടെ ലിസ്റ്റിൽ ആ വ്യക്തിയുടെ പേരുകൂടി പോലീസ് സംഘം കുറിച്ചു. ആ വീട്ടിൽ ജോലിക്കാരന് പുറമെ വീട്ടാവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകാറുള്ളത് അഞ്ജലിയാണ്. രാഘവൻ ഒപ്പിട്ട് കൊടുക്കുന്ന ചെക്കുകളുമായി ബാങ്കിലെത്തി അത് പണമായി മാറ്റാറുള്ളത് അഞ്ജലിയാണ്.
അതുകൊണ്ട് തന്നെ അഞ്ജലി പോകാറുള്ള ബാങ്കിലും അഞ്ജലി പോകുന്ന വഴികളിലുമൊക്കെയുള്ള അഞ്ജലിയുടെ ബന്ധങ്ങളെക്കുറിച്ച് പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി. കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അഞ്ജലിയുടെ സഞ്ചയന ചടങ്ങുകളൊക്കെ വന്നെത്തിയത്. ആ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു നിലവിളി ശബ്ദം അവിടെ കൂടി നിന്ന ബന്ധുക്കളും നാട്ടുകാരും കേട്ടത്. ആ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ആരോ ഒരാൾ വീടിന്റെ പിൻഭാഗത്തേക്ക് ഓടിയെത്തിയപ്പോഴായിരുന്നു നടുക്കുന്ന ഒരു കാഴ്ച അവിടെ കണ്ടത്. ആ വീട്ടിലെ അവസാനത്തെ ആൺതരി എന്ന് പറയുന്നത് ആ വീട്ടിലെ ജോലിക്കാരനാണ്. ആ വ്യക്തി തന്റെ നെഞ്ചിലേക്ക് ഒരു കത്തി കുത്തിയിറക്കിയ നിലയിൽ വീടിന്റെ പിൻഭാഗത്തുള്ള ഭിത്തിയിൽ ചാരിയിരിക്കുകയാണ്. ചടങ്ങുമായി ബന്ധപ്പെട്ട് സിവിൽ ഡ്രസ്സിൽ ഏതാനും പോലീസുകാരും ആ സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്നു. അവരും ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ ആ വ്യക്തി സ്വയമായി തന്നെ കത്തി കുത്തിയിറക്കിയിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. അഞ്ജലിയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അഞ്ജലിയുമായി ബന്ധമുള്ള പുരുഷൻ ആ സ്ഥലത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ട പോലീസുകാർ വേഷം മാറി മഫ്തിയിലെത്തിയതായിരുന്നു. ആ വീട്ടിൽ വീണ്ടും ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഒരു വീട്ടിൽ തന്നെ 5 മരണങ്ങൾ സംഭവിച്ച സാഹചര്യത്തിൽ ആ വീട്ടിൽ എന്തെങ്കിലും ബാധയുണ്ടോ എന്നും ആ ബാധ ഈ വീട്ടുകാരെയൊക്കെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിക്കുന്നതാണോ എന്നും നാട്ടുകാരിൽ പലരും സംശയം പറഞ്ഞു. ആ വീട്ടിൽ ഇനി ശേഷിക്കുന്നത് ജോലിക്കാരി ശ്യാമള മാത്രമാണ്. അവരോട് എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ നാട്ടുകാരിൽ ചിലർ ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ ജോലിക്കാരൻ മണികണ്ഠന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി. ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു പോലീസിന് ലഭിച്ചത്. മണികണ്ഠൻ എന്ന വ്യക്തി ദിവസവും ഇഞ്ചക്ഷൻ എടുക്കുന്ന വ്യക്തിയാണ്. ഷുഗറിന്റെ അസുഖമുള്ളതുകൊണ്ട് തന്നെ ഇൻസുലിൻ സ്ഥിരമായി മണികണ്ഠൻ എടുക്കാറുണ്ടെന്ന് ബന്ധുക്കൾ നേരത്തെ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മറ്റൊരു കാര്യമാണ് ഡോക്ടർമാർ കുറിച്ചിട്ടുള്ളത്. മണികണ്ഠന്റെ ശരീരത്തിൽ ഇൻസുലിൻ കുത്തിവെച്ചതിന് പുറമെ ഫെന്റാനിൽ എന്ന രാസപദാർത്ഥം ശരീരത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് ചെറിയ രീതിയിലുള്ള ഒരു മയക്കുമരുന്ന് കൂടിയാണ്. അത്തരത്തിലൊരു മയക്കുമരുന്ന് മണികണ്ഠൻ ഉപയോഗിക്കുന്ന വിവരം ആരും തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫെന്റാനിൽ എന്ന രാസപദാർത്ഥത്തിന്റെ സാന്നിധ്യം മണികണ്ഠന്റെ ശരീരത്തിൽ കണ്ടതു മുതൽ പോലീസ് സംഘത്തിന്റെ ബുദ്ധി ഉണർന്നു തുടങ്ങി. ഏതോ വ്യക്തി വളരെ പ്ലാൻ ചെയ്ത് ഒരു ഗെയിം കളിക്കുകയാണ്. പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് മണികണ്ഠന് സ്വയം ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാമോ എന്നുള്ളതായിരുന്നു. എന്നാൽ മണികണ്ഠന് ഇൻസുലിൻ എടുത്തു കൊടുക്കുന്നത് വേലക്കാരി ശ്യാമളയാണെന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി. ഉടൻ തന്നെ ശ്യാമളയെ പോലീസ് സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. തന്റെ 12 വയസ്സ് മുതൽ ആ വീട്ടിൽ താൻ ജോലിക്ക് നിൽക്കുന്നതാണെന്നും മണികണ്ഠന് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുത്തു കൊടുക്കുന്നതിന് തന്നെ ഏൽപ്പിച്ചത് അഞ്ജലി ചേച്ചിയാണെന്നും എടുക്കുന്നത് എങ്ങനെയാണെന്ന് തന്നെ പഠിപ്പിച്ചതും അഞ്ജലി ചേച്ചിയാണെന്നും ശ്യാമള പോലീസിന് മൊഴി നൽകി. മണികണ്ഠന്റെ മുറി പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. ഇൻസുലിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസുലിൻ സൂചികളും ഉപയോഗിച്ച സൂചികളും പല ബാസ്ക്കറ്റുകളിലായി ഇട്ടുവെച്ചിരിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറെ നാളുകളായി മണികണ്ഠൻ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ ബാസ്ക്കറ്റുകൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. ഉപയോഗിച്ച സൂചികളൊന്നും എടുത്തു കളയുന്ന പതിവ് മണികണ്ഠനുമില്ല, ശ്യാമളയ്ക്കുമില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം അവയൊക്കെ കസ്റ്റഡിയിലെടുത്ത് രാസപരിശോധനയ്ക്ക് വിധേയമാക്കി. കോഴിക്കോട് ഫോറൻസിക് ലാബുകാരെ വിശദമായ പരിശോധന നടത്തിയ ശേഷം ഒരു കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ആ ബാസ്ക്കറ്റിൽ നിരവധി സൂചികളുണ്ട്. അതിലെല്ലാം തന്നെ ഇൻസുലിന്റെ സാന്നിധ്യവുമുണ്ട്. എന്നാൽ ഒരു സൂചിയിൽ മാത്രം ഫെന്റാനിലിന്റെ സാന്നിധ്യം ലാബുകാർ കണ്ടെത്തിയിരിക്കുകയാണ്. മണികണ്ഠന്റെ ശരീരത്തിലേക്ക് ഫെന്റാനിലിൻ കുത്തിവെച്ച വ്യക്തി തന്നെയാണ് ആ സൂചി ആ ബാസ്ക്കറ്റിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. പോലീസ് സംഘം ഉടൻ തന്നെ ശ്യാമളയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടങ്ങി. ആ സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു കാര്യം ശ്യാമള പോലീസിനോട് പറയുന്നത്. ചില ദിവസങ്ങളിലൊക്കെ മണികണ്ഠന് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത് അഞ്ജലിയായിരുന്നു. ശ്യാമളയാണോ അഞ്ജലിയാണോ ഫെന്റാനിലിൻ മണികണ്ഠന്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചതെന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി. മണികണ്ഠനുമായിട്ടായിരുന്നു അഞ്ജലിക്ക് ബന്ധമുണ്ടായിരുന്നതെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അഞ്ജലിയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സ്പേം മണികണ്ഠന്റെ DNA മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസ് സംഘം മെഡിക്കൽ ലാബുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിച്ചു. എന്നാൽ പോലീസിനെ തീർത്ത് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. 2 DNA തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. പോലീസ് സംഘം ശ്യാമളയുടെ ട്രാക്ക് റെക്കോർഡ് വിശദമായി തന്നെ ഒന്ന് പരിശോധിച്ചു. കേസന്വേഷണം ആകെ കുഴഞ്ഞു മറിഞ്ഞു. ഈ സമയത്തായിരുന്നു ഡിവൈഎസ്പി ശ്യാമളയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘത്തോട് ആവശ്യപ്പെടുന്നത്. 12ാമത്തെ വയസ്സിലാണ് ശ്യാമളയെ തറവാട്ടിലെത്തുന്നത്. അതിനു മുൻപ് ശ്യാമള എവിടെയായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള അനാഥാലയത്തിലായിരുന്നു ശ്യാമള വളർന്നത്. പോലീസ് സംഘം സ്വാഭാവികമായും ആ അനാഥാലയത്തിലെത്തി ഒരു അന്വേഷണം നടത്തി. ശ്യാമളയുടെ യഥാർത്ഥ പേര് സ്റ്റെല്ല എന്നാണ്. ശ്യാമളയെ രാഘവന്റെ കുടുംബം ദത്തെടുത്തതായിരുന്നു എന്നും അനാഥാലയത്തിന്റെ നടത്തിപ്പുകാർ പോലീസിനെ അറിയിച്ചു. അത് കേട്ട പോലീസുകാർ ആകെ അമ്പരന്നു. ശ്യാമളയെ എന്തിനാണ് ആ വീട്ടിലുള്ള ആളുകൾ ദത്തെടുത്ത് ഒരു ജോലിക്കാരിയാക്കിയതെന്നായിരുന്നു പോലീസിന്റെ സംശയം. എന്നാൽ അതിനുള്ള മറുപടിയായി അനാഥാലയം നടത്തിപ്പുകാർ മറ്റൊരു കാര്യമാണ് പോലീസിനോട് പറഞ്ഞത്. സ്റ്റെല്ല എന്ന ശ്യാമളയെ ദത്തെടുക്കുന്ന സമയത്ത് അവർക്ക് 12 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. രാഘവന്റെ മകൻ അശ്വിനുമായി സ്റ്റെല്ലയെ വിവാഹം കഴിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് സ്റ്റെല്ലയെ അവർ ദത്തെടുത്തത്. അശ്വിനും സ്റ്റെല്ലയ്ക്കും ഏകദേശം ഇപ്പോൾ 25 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അത് മാത്രവുമല്ല, ദത്തെടുക്കുന്ന സമയത്ത് ആ വീട്ടിലെ സ്വത്തുവകകൾ 2ആയി ഭാഗിച്ച ശേഷം അതിലൊരു ഭാഗം
അശ്വിന്റെയും ശ്യാമളയുടെയും പേരിൽ ആ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന സമയത്തായിരുന്നു സ്റ്റെല്ല എന്നുള്ള പേര് ഔദ്യോഗികമായി മാറ്റി ശ്യാമള എന്നാക്കിയത്. തീർത്തും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പോലീസ് സംഘം അറിഞ്ഞിരിക്കുന്നത്. ആ വീട്ടിലെ പകുതി സ്വത്തുക്കളുടെ പൂർണ്ണ അവകാശി ശ്യാമളയാണ്. ബാക്കി പകുതി സ്വത്തുകൂടി ഇപ്പോൾ ശ്യാമളയുടെ പേരിലായിരിക്കുകയാണ്. ഇത്രയും കാലം ശ്യാമളയെ ആ വീട്ടിലെ ജോലിക്കാരിയായിട്ടായിരുന്നു പോലീസ് കരുതിയിരുന്നത്. ശ്യാമള ആ വീട്ടിലെ സ്വത്തിന് അവകാശമുള്ള ഒരംഗമാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് പോലീസ് സംഘത്തിന് മനസ്സിലാകുന്നത്. പോലീസ് സംഘം ശ്യാമളയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തു. എന്നാൽ പോലീസിന്റെ സംശയങ്ങളൊക്കെ തീർത്തും തെറ്റാണെന്നും താനും അശ്വിനുമായുള്ള വിവാഹം നടക്കാൻ പോകുന്നതിനിടയിലാണ് അശ്വിന്റെ മരണവും തുടർന്നുള്ള മരണങ്ങളുമൊക്കെ സംഭവിച്ചതെന്നും താൻ അതിലാകെ തകർന്നിരിക്കുകയാണെന്നും ശ്യാമള പോലീസിനെ അറിയിച്ചു. അഞ്ജലിക്ക് 27 വയസ്സായിരുന്നു പ്രായം. വിവാഹാലോചനകൾ നടക്കുന്നതിനിടയിലാണ് അഞ്ജലിയുടെ മരണം സംഭവിച്ചത്. അഞ്ജലിക്ക് ഏതെങ്കിലും പുരുഷന്മാരുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് സംഘം ശ്യാമളയോട് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അഞ്ജലി ചേച്ചി അങ്ങനെ ഒരാളല്ലായിരുന്നു എന്നും മറ്റാരുമായി അവർക്ക് ബന്ധമുള്ളതായി തനിക്ക് അറിവില്ല എന്നും ശ്യാമള പോലീസിനോട് പറഞ്ഞു. 50ഓളം വരുന്ന പുരുഷന്മാർ പല ജോലികളുമായി ബന്ധപ്പെട്ട് ആ വീടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിലാരെങ്കിലുമായി അഞ്ജലിക്ക് അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ ശ്യാമളയ്ക്ക് കഴിഞ്ഞില്ല. ആ 50 പേരുടെയും DNA എടുത്തു കഴിഞ്ഞാൽ ആളെ പിടികിട്ടാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തി. ശ്യാമളയ്ക്കെതിരെ നിലവിൽ തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് എപ്പോൾ വിളിപ്പിച്ചാലും സ്റ്റേഷനിലേക്ക് വരണമെന്ന് നിർദ്ദേശം നൽകിയ ശേഷം ശ്യാമളയെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു. കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു നേരത്തെ ശ്യാമളയുണ്ടായിരുന്ന ഓർഫണേജിൽ നിന്നും ഫാദറിന്റെ ഒരു ഫോൺ കോൾ SIയെ തേടിയെത്തുന്നത്. നേരത്തെ സ്റ്റെല്ല എന്ന ശ്യാമളയ്ക്കൊപ്പം ഓർഫണേജിലുണ്ടായിരുന്ന ബെഞ്ചമിൻ എന്നൊരു വ്യക്തി ഇപ്പോൾ അമ്പലവയൽ മേഖലയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും ശ്യാമളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ അയാളോട് ചോദിച്ചാൽ മതിയെന്നുമായിരുന്നു ഫാദർ പോലീസിനെ അറിയിച്ചത്. ഡോക്ടർ ബെഞ്ചമിൻ എന്ന് കേട്ടതും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആകെ അമ്പരപ്പായി. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധം സ്റ്റെല്ലയ്ക്കുണ്ട്. അങ്ങനെയാണ് പോലീസ് സംഘം ഡോക്ടർ ബെഞ്ചമിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടത്തിയത്. ബെഞ്ചമിനൊപ്പം നേരത്തെ തന്നെ സ്റ്റെല്ലയും അനാഥാലയത്തിലുണ്ടായിരുന്നു. സ്റ്റെല്ലയേക്കാൾ കുറച്ചുകൂടി പ്രായത്തിൽ മൂത്ത വ്യക്തിയാണ് ബെഞ്ചമിൻ. അയാൾ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ MBBS പഠനമൊക്കെ പുറത്തായിരുന്നു. സ്റ്റെല്ലയെ രാഘവന്റെ കുടുംബം ദത്തെടുത്തതും സ്റ്റെല്ല പിന്നീട് ശ്യാമളയായി മാറിയതുമൊക്കെ ബെഞ്ചമിൻ അറിയാം. പിന്നീട് MBBS പഠനമൊക്കെ പൂർത്തിയാക്കി അമ്പലവയലിലേക്ക് ബെഞ്ചമിൻ എത്തിയ സമയത്ത് ശ്യാമളയെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ ശ്യാമളയെക്കുറിച്ച് തനിക്കൊന്നും അറിവില്ല എന്നും ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു. എന്നാൽ അനാഥാലയത്തിലുള്ള ഫാദർ അങ്ങനെയൊന്നുമല്ലായിരുന്നു പോലീസുകാരോട് പറഞ്ഞത്. അനാഥാലയത്തിലുണ്ടായിരുന്ന സമയത്ത് ബെഞ്ചമിനും ശ്യാമളയും തമ്മിൽ വളരെ നല്ല അടുപ്പത്തിലായിരുന്നു. രാഘവന്റെ കുടുംബം ശ്യാമളയെ ദത്തെടുക്കാൻ വരുന്ന സമയത്ത് പോലും തനിക്ക് ബെഞ്ചമിനെ വിട്ട് പിരിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ താൻ രാഘവനും കുടുംബത്തിനുമൊപ്പം പോകില്ല എന്ന് പറഞ്ഞ് സ്റ്റെല്ല അന്ന് ഫാദറിന്റെ കാല് പിടിച്ച് ഒരുപാട് കരഞ്ഞതാണ്. അക്കാര്യങ്ങളൊക്കെ ഫാദർ പോലീസിനോട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വളരെ നല്ല ഒരു അടുപ്പമുണ്ടെന്നും ശ്യാമളയുള്ള അമ്പലവയലിലേക്ക് തന്നെ ഡോക്ടറായി ബെഞ്ചമിൻ വന്നതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം കൂടി ഉണ്ടാകുമെന്നും പോലീസ് സംഘം വിലയിരുത്തി. സ്വാഭാവികമായും സ്റ്റേഷനിലേക്ക് എത്തുന്ന വ്യക്തികളുടെയൊക്കെ DNA കൂടി പോലീസ് സംഘം കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിന്റെ DNA സാമ്പിൾ കൂടി പോലീസ് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി. തീർത്തും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിനെ തേടിയെത്തിയത്. അഞ്ജലിയുടെ ശരീരത്തിലുണ്ടായിരുന്ന DNAയുമായി ബെഞ്ചമിന്റെ DNA മാച്ച് ചെയ്യുന്നുണ്ട്. പോലീസ് സംഘം ഉടൻ തന്നെ വീണ്ടും ബെഞ്ചമിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അഞ്ജലിയെക്കുറിച്ച് അന്വേഷിച്ചു. അഞ്ജലിയെ തനിക്ക് പരിചയമുണ്ടെന്നും രാഘവന് ആത്മഹത്യ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടായ സമയത്ത് തന്നെയാണ് രാഘവനെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നതെന്നും താൻ കൊടുത്തിരുന്ന മരുന്നുകളാണ് അഞ്ജലി ആശുപത്രിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി രാഘവന് കൊടുത്തിരുന്നതെന്നുമൊക്കെ ബെഞ്ചമിൻ പോലീസിനെ അറിയിച്ചു. അതിനു പുറമെ അഞ്ജലിയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസ് സംഘം അഞ്ജലി മരിക്കുന്ന സമയത്ത് അവരൊരു പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ ശരീരത്തിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന സ്പേം ബെഞ്ചമിന്റെ DNAയുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്നുമുള്ള കാര്യം പറഞ്ഞു. പോലീസ് സംഘം അത് പറഞ്ഞ നിമിഷത്തിൽ തന്നെ ബെഞ്ചമിൻ ഒന്ന് വിളറി വെളുത്തു. താൻ ഇതാ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം അയാൾക്ക് വ്യക്തമായി. ബെഞ്ചമിൻ പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി. ബെഞ്ചമിനും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് അശ്വിനിലൂടെയാണ്. അശ്വിന് മാനസിക പ്രശ്നങ്ങളുണ്ട്. അശ്വിനുമായി ബെഞ്ചമിന്റെ ഹോസ്പിറ്റലിലേക്ക് അഞ്ജലിയായിരുന്നു എത്താറുള്ളത്. അങ്ങനെ സ്ഥിരമായി അശ്വിനുമായി അഞ്ജലി ഹോസ്പിറ്റലിൽ എത്താൻ തുടങ്ങിയതോടുകൂടി അഞ്ജലി പതുക്കെ ഡോക്ടർ ബെഞ്ചമിനുമായി അടുപ്പത്തിലായി. അവരുടെ അടുപ്പം പല തലങ്ങളിലേക്കും വളർന്നു. അങ്ങനെയാണ് അവർ തമ്മിൽ ആ ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതിന്റെ കുറ്റബോധം കൊണ്ടാണോ അഞ്ജലി ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം. എന്നാൽ ആ ബന്ധം കൊണ്ട് അഞ്ജലിക്ക് കുറ്റബോധമുണ്ടായി അഞ്ജലി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല എന്നും ഇതിനു മുൻപും തങ്ങൾ പലതവണ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു. അതോടുകൂടി പോലീസിന്റെ അന്വേഷണം വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അഞ്ജലിയുമായി ബന്ധമുള്ള വ്യക്തിയെ കണ്ടെത്തിയാൽ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തുമെന്ന് പോലീസ് സംഘം പ്രതീക്ഷിച്ചതായിരുന്നു. ആവശ്യമുള്ള ഘട്ടത്തിൽ പോലീസ് വിളിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയ ശേഷം ബെഞ്ചമിനെ പോലീസ് സംഘം സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ചു. ബെഞ്ചമിനെ സ്റ്റേഷനിൽ നിന്നും പറഞ്ഞയച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരു കവർ കിട്ടി.
ആ കവർ പൊട്ടിച്ചു നോക്കിയ പോലീസുകാർക്ക് കുറേയധികം ഫോട്ടോസാണ് ലഭിച്ചത്. ആ ഫോട്ടോസുമായി പോലീസ് സംഘം നേരെ പോയത് കരിമനയ്ക്കൽ തറവാട്ടിലേക്ക് തന്നെയാണ്. ഇവിടെ ആ സമയത്ത് ജോലിക്കാരി ശ്യാമളയും മറ്റു പണിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ശ്യാമളയെ പോലീസ് സംഘം ആ വീടിന്റെ ഉമ്മറത്തേക്ക് വിളിപ്പിക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ശ്യാമളയ്ക്ക് ബെഞ്ചമിനെ പരിചയമുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ ചോദ്യം. ബെഞ്ചമിനുമായി തനിക്ക് വർഷങ്ങളായുള്ള പരിചയമാണെന്നും ഇപ്പോഴും പരിചയമുണ്ടെന്നും അശ്വിന്റെ ഡോക്ടർ കൂടിയാണ് ബെഞ്ചമിനെന്നും ശ്യാമള പോലീസിനെ അറിയിച്ചു. അതിനപ്പുറത്തേക്ക് തങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുകൂടി ശ്യാമള പോലീസിനോട് പറഞ്ഞപ്പോഴായിരുന്നു പോലീസ് സംഘം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കവറിൽ നിന്നും ഓരോരോ ഫോട്ടോയായി ശ്യാമളയെ കാണിക്കാൻ തുടങ്ങിയത്. ആ ഫോട്ടോസ് ഓരോന്നോരോന്നായി കണ്ട ശ്യാമള ആകെ വിളറി വെളുക്കുകയും വിയർത്തു കുളിക്കുകയും ചെയ്തു. ബെഞ്ചമിനും ശ്യാമളയും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോസാണത്. അവരുണ്ടായിരുന്ന മുറിയുടെ പുറത്തുനിന്നും ജനാലയിൽ കൂടി ആരോ ആ ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് കഴിയാത്ത അവസ്ഥയിലേക്ക് ശ്യാമള മാറി. ഈ സമയത്തായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ മറ്റൊരു കാര്യം ശ്യാമളയോട് ചോദിക്കുന്നത്. ഈ വീട്ടിലുണ്ടായിരുന്ന മകനായ അശ്വിൻ കിണറ്റിലേക്ക് സ്വയം ഇറങ്ങിയതല്ല എന്നും അവനെ കിണറ്റിലേക്ക് ഇറക്കി കൊലപ്പെടുത്തിയത് നീ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്യാമളയോട് പറഞ്ഞു. അത് കേട്ട നിമിഷത്തിൽ തന്നെ ശ്യാമള എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറി. പിന്നീട് തനിക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുകയും ചെയ്തു. ശ്യാമള പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഒപ്പിയെടുക്കാൻ വീഡിയോഗ്രാഫറുടെ ഭാഗത്തു നിന്നുള്ള ക്യാമറ ഓണാക്കുകയും ചെയ്തു. അനാഥാലയത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ ശ്യാമള എന്ന സ്റ്റെല്ല ബെഞ്ചമിനുമായി അടുപ്പത്തിലായിരുന്നു. വലുതാകുമ്പോൾ ഇരുവരും വിവാഹം കഴിക്കാനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു കരുമനയ്ക്കൽ തറവാട്ടിൽ നിന്നും ബുദ്ധിമാന്യമുള്ള അശ്വിനു വേണ്ടി വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനായി രാഘവനും കുടുംബവും ശ്യാമളയെ ദത്തെടുക്കുന്നതിനു വേണ്ടി അനാഥാലയത്തിലെത്തിയത്. പാതി സ്വത്ത് ശ്യാമളയുടെയും അശ്വിന്റെയും പേരിൽ എഴുതിവെച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ശ്യാമളയെ നിർബന്ധപൂർവ്വം അനാഥാലയത്തിൽ നിന്നും രാഘവനും കുടുംബവും കൊണ്ടുപോയത്. എന്നാൽ ബുദ്ധിമാന്യമുള്ള അശ്വിനെ വിവാഹം കഴിക്കാൻ ശ്യാമളയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് അശ്വിനെ വകവരുത്താൻ ശ്യാമളയും ബെഞ്ചമിനും ചേർന്ന് തീരുമാനിച്ചത്. ശ്യാമള പറഞ്ഞാൽ അശ്വിൻ എന്തും അനുസരിക്കുമായിരുന്നു. കിണറ്റിലേക്കിറങ്ങി കിണറ്റിലെ വെള്ളത്തിൽ തൊട്ടിട്ട് വരുന്ന സാഹചര്യത്തിൽ അശ്വിൻ പറയുന്ന ഏത് കാര്യവും താൻ നേടിക്കൊടുക്കുമെന്ന് ശ്യാമള അങ്ങനെ ഒരു ദിവസം അശ്വിന് വാക്കുകൊടുത്തു. അങ്ങനെ ശ്യാമളയുടെ വാക്ക് കേട്ടുകൊണ്ടായിരുന്നു അന്ന് രാത്രിയിൽ കിണറ്റിലേക്കുള്ള കയറിൽ പിടിച്ചുകൊണ്ട് അശ്വിൻ കിണറ്റിലേക്ക് ഇറങ്ങിയത്. അശ്വിൻ കിണറിന്റെ പാതി ഭാഗത്തെത്തിയപ്പോൾ തന്നെ കയറിന്റെ അറ്റത്തുണ്ടായിരുന്ന കെട്ട് ശ്യാമള അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ കിണറ്റിലേക്ക് വീണാണ് അശ്വിൻ മരണപ്പെട്ടത്. അശ്വിന്റെ മരണം സംഭവിച്ചെങ്കിലും അശ്വിന്റെ പിതാവ് രാഘവനോടുള്ള വൈരാഗ്യം ശ്യാമളയ്ക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അയാളായിരുന്നു അശ്വിനെ നിർബന്ധിച്ച് ശ്യാമളയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രാഘവനെയും വകവരുത്താൻ ശ്യാമള ബെഞ്ചമിനുമായി ആലോചിച്ച് തീരുമാനമെടുത്തു. അങ്ങനെ ബെഞ്ചമിൻ കൊടുത്ത മരുന്നുകൾ നിരന്തരമായി നൽകിയായിരുന്നു രാഘവന്റെ സമനില തെറ്റിച്ച് അയാളെ കൊണ്ട് ആത്മഹത്യയിലെത്തിച്ചത്. രാഘവന്റെ ആന്തരികാവയവങ്ങളുടെ പരിശോധനയിൽ ആ മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ വിവരം പോലീസ് സംഘം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. അശ്വിന്റെയും അശ്വിന്റെ പിതാവിന്റെയും മരണം സംഭവിച്ചെങ്കിൽ പോലും ആ വീടിന്റെ പൂർണ്ണ അധികാരിയായി ശ്യാമളയ്ക്ക് ബെഞ്ചമിനെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ താമസിക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് അഞ്ജലി കൂടി ഇല്ലാതെയാകണം. അതുകൊണ്ട് തന്നെ അവർ നടത്തിയ ഒരു ഗെയിമിന്റെ ഭാഗമായി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ബെഞ്ചമിൻ അഞ്ജലിയുമായി ഒരടുപ്പം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അവർ തമ്മിലുള്ള അടുപ്പം പല തലങ്ങളിലേക്കും വളർന്നപ്പോൾ പല സ്ഥലത്ത് വെച്ചും അവർ കണ്ടുമുട്ടുന്നത് പതിവാക്കി. അവർ കണ്ടുമുട്ടുന്ന സ്ഥലം ശ്യാമളയ്ക്കും അറിവുള്ള സ്ഥലം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ഒരു ദിവസം ശ്യാമള ജോലിക്കാരനായ മണികണ്ഠനെ ആ കാഴ്ച കാണുന്നതിനു വേണ്ടി അവരുണ്ടായിരുന്ന ബിൽഡിംഗിലേക്ക് പറഞ്ഞു വിട്ടു. അഞ്ജലിയും ഡോക്ടർ ബെഞ്ചമിനും തമ്മിലുള്ള ബന്ധം മണികണ്ഠൻ കയ്യോടെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ അഞ്ജലി അന്ന് രാത്രിയിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മണികണ്ഠൻ കാരണമാണ് അഞ്ജലി മരിച്ചതെന്ന് കൂടെ ശ്യാമള മണികണ്ഠനോട് പറയുന്നത് പതിവായിരുന്നു. ആ വിഷമത്തിലായിരുന്നു അഞ്ജലിയുടെ ചടങ്ങുകൾ നടന്ന ദിവസം മണികണ്ഠൻ ഒരു കത്തി ഉപയോഗിച്ച് സ്വയം അവസാനിച്ചത്. അശ്വിനെ വകവരുത്തുന്നതിന് മുൻപ് തന്നെ അഞ്ജലിയെ അവസാനിപ്പിക്കാൻ ശ്യാമളയും ബെഞ്ചമിനും ചേർന്ന് പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ അഞ്ജലിയുമായി ബെഞ്ചമിൻ അടുപ്പം സ്ഥാപിച്ചത്. മണികണ്ഠന്റെ മാനസിക നില തെറ്റിക്കുന്നതിനായി ശ്യാമള ബെഞ്ചമിൻ നൽകിയ മയക്കുമരുന്നുകൾ അയാളുടെ ശരീരത്തിലും കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതും മണികണ്ഠന്റെ മാനസിക നില തെറ്റിക്കുന്നതിന് കാരണമായി. ശ്യാമള കഥ പറയുന്നതിനിടയിൽ ഒരു സംഘം പോലീസുകാർ ഡോക്ടർ ബെഞ്ചമിനെയും സംഭവസ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഇരുവരെയും ചേർന്ന് ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ തെളിവെടുപ്പ് നടപടികളും നടത്തി. ശ്യാമളയെയും ബെഞ്ചമിനെയും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി പോലീസ് സംഘം റിമാൻഡ് ചെയ്തു.